ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനാണ് പോണത് കേട്ടോ. അങ്ങനെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, 2 കറാമ്പൂവ് ഇട്ട് കൊടുക്കുന്നു. ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് കൊടുക്കുന്നു. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം സവാള അരിഞ്ഞത് സവാള കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടുകൊണ്ട് ഇളക്കി നന്നായി മൂടി വെക്കണം. ഉള്ളിവിടെ ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ 2 പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കുള്ള മസാലപ്പൊടികളിടാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, നമ്മളെ ചിക്കൻ മസാല. നമ്മൾ ഇറച്ചി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പാകത്തിനനുസരിച്ചിട്ടുള്ള മസാലയാണ് നമ്മൾ എടുക്കുന്നത്. അതൊന്ന് ചെറിയ തീയിൽ ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്കുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം കോൺഫ്ലവറിൻ്റെ പൊടി ഒരു ചെറിയൊരു ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മൂടി വെച്ച് ചെറിയ തീയിൽ നല്ല വേവിച്ചെടുക്കണം. അടച്ച് വെക്കും. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം കിട്ടുന്ന ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കൻ്റെ ഒരു പകുതി ഭാഗം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ആദ്യം നമ്മൾ ഉള്ളി വാട്ടാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് വെക്കും. നമ്മൾ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഭാഗം മുറിച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഇറച്ചിയിലൊക്കെയുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും. നന്നായി അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളെ ചിക്കനൊക്കെ ഇവിടെ വേവാനായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ചെറിയ തീയിൽ വെച്ചപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഇരുന്ന് വേവണം. അപ്പോഴേക്കും നമുക്കതിലേക്കുള്ള അപ്പം റെഡിയാക്കട്ടെ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മാവ് കോരി ഒഴിച്ച് കൊടുക്കും. ജസ്റ്റ് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. നമ്മളപ്പം നമ്മളെ ചിക്കൻ ഫ്രൈയും അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാ അപ്പത്തേക്കും പറ്റും. പത്തിരിക്കാണെങ്കിലും പുട്ടുക്കാണെങ്കിലും വെള്ളപ്പത്തക്കാണെങ്കിലും ഒക്കെ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.